റവ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ വൈകുന്നേരം ചായക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം, കുറഞ്ഞ ചേരുവകൾ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് അതും, പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഒരുപാട് എരിവുള്ളത് വേണ്ട, ഒരു ചെറിയ എരിവുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം മതി. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ, ചായക്ക് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകും കൂടെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് ചതച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മളിതാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റവയുടെ റവയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു റവ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അടച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും തേങ്ങയുടെ മിക്സൊക്കെ ഒന്നാക്കി കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഓരോ ഉരുളയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ഉരുള വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അതായത് ഇതുപോലെ അങ്ങ് പരന്ന് കിട്ടും. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതായി ഒരു സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ല ചൂട് വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഇതങ്ങ് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്